തങ്കോക്കാ തങ്കോക്കാ ആ വരുന്നേ ആ ഉണ്ടാക്ക ഇതെന്തത് പാലക്കാ ഇതോ വെള്ളം പച്ച വെള്ളം அக்கா மாட்டுக்கு தீவனம் மாத்தி கொடுத்துருக்கேன். എന്ത് தீவனம் தீவனம் மாட்டுக்கு சாப்பாடு. അതിന് அது ஒரு 2 வாரம் ஆகும் அதுக்கு செட் ஆகுறதுக்கு. அதனால அது வரைக்கும் கொஞ்சம் இப்படி தான் இருக்கும். அட்ஜஸ்ட் பண்ணிக்கக்கா. എങ്ങനെ അഡ്ജസ്റ്റ് പണ്ണും എങ്ങനെ ചെയ്യും ഞാൻ ഒരു കുപ്പിയും കൊണ്ട് ഞാൻ രാവിലെ വൈകുന്നേരം ചായ എടുത്ത് കൊച്ചിന് ഒരു ഗ്ലാസ് രാത്രി കുടിക്കാനും കൊടുക്കും. ഇപ്പൊ ഇതൊന്നും തികയണില്ല. ചായ തന്നെ വെള്ളം പോലെ കിടക്കും. ക്ലീറ്റോന്റെ മുഖത്ത് ഇത് ഇങ്ങനെ ഇരിക്കും. நாடே மழை பெஞ்சு தண்ணியில போயிட்டு இருக்கு. உனக்கு பால்ல தண்ணி இருக்கிறது தான் பெரிய பிரச்சனை. കുടിക്കാം അതിനെന്നാ ഒരു കാര്യം ചെയ്യ് 22 രൂപയല്ലേ ഇപ്പൊ 1 ലിറ്ററിന് അത് കുറക്കി 18 ആക്ക്. அப்படிலாம் சொல்லக்கூடாது. அப்புறம் பெரிய பிரச்சனை ஆயிடும். சரி நீ அதை விடு. உனக்கு ஒரு விஷயம் தெரியுமா? விஷயம் மாட்டணும் இல்லக்கா நான் சொல்றத கேளு. நம்ம பக்கத்து வீட்டு ஷாமலாக்கா வீட்டுல இல்ல அங்க ஒரு சம்பவம் நடந்துச்சு. 2 நாள் முன்னாடி திருட வந்துட்டான். വീട്ടില് കള്ളം കേറിന്ന് ആ പാടത്തിന്റെ അപ്പുറത്തുള്ളത്. എന്നിട്ട് വീട്ടിലിരുന്ന പണം 25,000 அப்புறம் வந்து அந்த அக்காவோட 10 பவுன் மாலை எல்லாத்தையும் எடுத்துட்டு போயிட்டாங்கக்கா. நல்ல வேளை அந்த அண்ணன் வந்து பிடிக்க வந்தப்ப கத்தி காட்டி மிரட்டிட்டான். ஐயோ எனக்கு ஒரே பயம் போங்க. எனக்கு இருக்கிறதே இந்த காப்பவன் தோடு. அத கூட நான் கழட்டி பத்திரமா வச்சுட்டு பூட்டிட்டு தான் தூங்குறேன். நீயும் பார்த்து இருந்துக்கா. എനിക്ക് അങ്ങനെ പാക്കേണ്ട കാര്യമില്ല. എന്റെ സമ്പാദ്യം 620 രൂപ അവിടെ ഒരു ഡെപ്പിലുണ്ട്. അത് ആരും കൊണ്ടുപോകില്ലായിരിക്കും. சரிக்கா நீ பார்த்து பத்திரமா இருந்துக்க. எல்லாத்தையும் பூட்டிக்க என்ன நான் போயிட்டு வரேன். അതെ പശുവിന് ഈടായിട്ട് ദാഹം ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. അയ്യോ இந்த ക്ലീറ്റോ സാർക്ക് ரொம்ப തമാശ പാലിൽ കാണുന്നുണ്ട്. പറഞ്ഞ നന്നായി. ശ്യാമളയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. ശ്യാമളയുടെ വീട്ടിലാ? നിങ്ങൾ പൊതുപ്രവർത്തകനല്ലേ ഒന്നും അറിയണ്ട. അയ്യോ അതപ്പോ 10 മാല 25,000 രൂപയും കൊണ്ടുപോയത്. പോയാ അങ്ങനെ തന്നെ വേണം. പാർട്ടി പിരിവ് ചോദിച്ചു വന്നപ്പോഴേ ഒരു വകയും തന്നില്ല. അങ്ങനെ തന്നെ പോണം. ഇവരുടെ പൊതുപ്രവർത്തകൻ നാട്ടിലെ പൊതുപ്രവർത്തകൻ. നമ്മുടെ മാല എവിടെ? മാല എവിടെ? അയ്യോ എന്റെ മാല എവിടെ? എന്റെ മാല കള്ളം കൊണ്ടുപോയതാണോ? എന്റെ മാല കാണുന്നില്ല. കള്ളം കയറിയത് ശ്യാമള പോയി. എന്റെ മാല കാണുന്നില്ലേ? നോക്കാതെ എങ്ങനെ അറിയും? മൂന്നര പവന്റെ മാലയാണ്. എത്ര വിഷമിച്ചിട്ട് ഞാനത് പണയം വയ്ക്കുക. എന്റെ കഴുത്തിൽ 100 രൂപ ചെയ്തിട്ടില്ല. ഒരു മാലയാ എന്റെ ഹബീബാര് വാങ്ങിച്ചതാണ്. ദൈവമേ നാട്ടുകാർ ഓർക്കുമല്ലോ ദൈവം ഇതിന് എന്താ. മാല പോയ നമുക്ക് വേറെ വാങ്ങിക്കാം. അമ്മ പോയാൽ വേറെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ വിളിച്ച് പ്രഷർ കൂട്ടണത്. നമുക്ക് നോക്കാം. തക്കിമോളെ പോയി നോക്കിക്കേ. നമുക്ക് നോക്കാം. ഇതിപ്പോ കള്ളം കയറിയത് ശ്യാമളയുടെ വീട്ടിലല്ലേ? അതിന് അമ്മ ഇവിടെ കിടന്ന് വേള വെക്കൽ അവിടെ ഉണ്ടാവും. നോക്കട്ടെ, പോയി നോക്കണേ. അമ്മയുടെ ആരും മരിച്ച പോലെ ഉണ്ടല്ലോ. അപ്പുറപ്പുറം ആൾക്കാരുണ്ടമ്മ. അവര് കേട്ട കള്ളം കൊണ്ടായി ഞാൻ എടുത്തു വെക്കി. അത് കൊടുത്തു വിട്ടിട്ട് കട്ടില് കിടക്കുന്നത്. മാല സൂക്ഷിക്കാണ്ട കള്ളം കൊണ്ടായിത്ര. കുറച്ച് സമയം ഒന്ന് പേടിച്ചല്ല. വല്ലപ്പോഴൊക്കെ പണയം വെക്കാൻ ചോദിക്കാൻ തരണം. ഇല്ലെങ്കിൽ കർത്താവ് ഇതുപോലെ പേടിപ്പിക്കും. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ഇന്നല്ലാണ്ട് ഇവിടെ അങ്ങനെ അവിടത്തെ പോലെ വാതിലും തുറന്നിട്ട് കിടക്കുന്നല്ല. ഗ്രില്ലുണ്ട്, കഥകുണ്ട്. പൂട്ടിയിട്ട് ഭദ്രമായിട്ട് നോക്കിയിട്ടാ ഞാൻ കിടക്കാറുള്ളൂ. ഒന്ന് കടിച്ചു കൂട്ടിക്കാം. അവയിലാരും മരിച്ചപ്പോ പോലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? എന്തൊരു വിളിയാ വിളിച്ചത്? ഇന്നല്ലാതെ കളിപ്പിക്കൽ. ഞാൻ വിസ്തരിക്കും. അവനറിയാം അവന്റെ ഒരു ഭാവം പോകുമ്പോഴത്തേക്ക് അവന്റെ വിഷമം കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ എണ്ണി പറക്കണേ? ഞാൻ പേടിച്ച് പാല് കൊടുത്തില്ലേ? ചായ വെക്കടി. ചായ ഇടും. ഇതാണ് പാല് കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്നെ കണ്ട ഇവിടെ എല്ലാവർക്കും വിചാരം ഞാൻ ചായ ഉണ്ടാക്കാൻ യന്ത്രമാണെന്ന് വിചാരിക്കും. അവളുടെ ഒരു പാല്. അതെ നമുക്കൊരു ചായ ഇവിടെ വെക്കാം. അവളങ്ങനെ പറഞ്ഞെങ്കിലും അവള് വെറുതെ പറഞ്ഞതല്ല.
അവളിപ്പോ ചായ ഇടും. എന്നാലും നമുക്ക് ഞാൻ വല്ലാതായി പോടാ. എന്ത്? ഞാൻ തളർന്നു പോയി. പിന്നെ ഒരു പേടി വയസ്സുകാലത്ത് മനുഷ്യരെ ഓരോ കാട്ടിക്കൂട്ടാൻ വേണ്ടിട്ട് അന്ന് പോയി കിടക്കട്ടെ. ഇന്നിനി ഇത് മതി.